ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒണിയലിൻ്റെ ആദ്യത്തെ ലൈവായിരുന്നു. അതും തൻ്റെ പ്രിയ സുഹൃത്തായ അഭിലാഷുമായിട്ടായിരുന്നു ഒണിയൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നത്. ബിബിയിലെ ഒരുപാട് വിശേഷങ്ങളും മറ്റുള്ള ഹൗസ്മേറ്റ്സിനെ കുറിച്ചും അവർ രണ്ടുപേരും വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കമൻറ്റുകൾക്കുള്ള മറുപടികളും അവരുടെ സംശയങ്ങളുമെല്ലാം അവർ രണ്ടുപേരും അവിടെ തീർത്തു കൊടുത്തു. ഗെയിമും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മിയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഒണിയൽ പറഞ്ഞിരിക്കുന്നത്. അവൾക്കെതിരെ തീർച്ചയായും ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്നാണ് ഒണിയൽ പറഞ്ഞിരിക്കുന്നത്. ഒണിയലിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒണിയലിന് ലക്ഷ്മിയെ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. ഇന്നലെ തന്നെ ഒണിയൽ പല ഓൺലൈൻ മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി ശരിക്കും ഒരു മരമാണ്, വഴിതെറ്റിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്, യാതൊരുവിധ നിലപാടും ഒരു വിവേകവുമില്ലാത്ത ഒരു പെണ്ണാണ് എന്നാണ് ലക്ഷ്മിയെക്കുറിച്ച് ഒണിയൽ പറഞ്ഞിരിക്കുന്നത്. ഒണിയലിൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും ലക്ഷ്മിയോട് എത്രമാത്രം വെറുപ്പും ദേഷ്യവുമാണ് ഒണിയലിനുള്ളത് എന്നുള്ളത്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? അത്രത്തോളമല്ലേ ഒണിയലിനെ വേദനിപ്പിച്ചിട്ടുള്ളത്. ഒണിയൽ കൺഫെഷൻ റൂമിലിരുന്ന് കരയുന്നത് ഇന്നും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ശരിക്കും ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒണിയലിനെയും ഒണിയലിൻ്റെ വീട്ടുകാരെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയായി തീർച്ചയായും ലക്ഷ്മിക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ള നിലപാടിലാണ് ഒണിയൽ ഇപ്പോൾ ഉള്ളത്. ലക്ഷ്മിയെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കുവാൻ താൻ താല്പര്യപ്പെടുന്നില്ല, ഇഷ്ടവുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്നാണ് മറ്റുള്ളവരോട് ഒണിയൽ പറയുന്നത്. അവൾ എന്നോട് മാപ്പ് പോലും പറയാനുള്ള കാരണം ഞാൻ ഒരു ലോയർ ആയതുകൊണ്ട് അവൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പേടിച്ചു മുള്ളിയത് എന്നാണ് ഒണിയൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലക്ഷ്മി ബിബി ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.